പ്രിയമുള്ളവരെ, ഇന്ന് വലിയ നോമ്പിൽ 34-ാം ദിനം. ഹെർമാസിന്റെ ഇടയൻ എന്ന പേരിൽ പ്രസിദ്ധമായൊരു ഗ്രന്ഥമുണ്ട്. 2-ാം നൂറ്റാണ്ടിൽ റോമിൽ ജീവിച്ചിരുന്ന ഹെർമാസിനുണ്ടായ ദർശനങ്ങളാണ് ഈ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം. അതിൽ വലിയൊരു ഗോപുരം പണിയുടെ വിവരണങ്ങളുണ്ട്. എല്ലാ രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്ന കല്ലുകൾ കൊണ്ടാണ് അതിബൃഹത്തായ ഈ ഗോപുരം പണിയുന്നത്. പക്ഷേ ഗോപുര നിർമ്മാണ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന ചിലതരം കല്ലുകൾ നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ പറ്റാത്തതിനാൽ ദൂരേക്ക് വലിച്ചെറിയപ്പെട്ടു. ഇപ്രകാരം ഉപേക്ഷിക്കപ്പെട്ടവയിൽ അധികവും ഉരുളൻ കല്ലുകളായിരുന്നു. ഈ കല്ലുകൾ കാഴ്ചയ്ക്ക് മനോഹരവും നല്ല ബലമുള്ളതുമാണ്. എന്നിട്ടും എന്തുകൊണ്ട് അവ ഉപേക്ഷിക്കപ്പെട്ടു? ഹെർമാസിന്റെ ചോദ്യത്തിന് ഇടയൻ മറുപടി നൽകിയത് ഇങ്ങനെയാണ്: ഈ ഗോപുരം സഭയുടെ പ്രതീകമാണ്. അപ്പോസ്തലന്മാരുടെ അടിത്തറയിൽ എല്ലാ ദേശങ്ങളിൽ നിന്നും വിശ്വാസികളാൽ ഇതിന്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഗോപുര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കല്ലുകൾ അതിന്റെ മുകളിലും താഴെയും വശങ്ങളിലുമുള്ള മറ്റ് കല്ലുകളുമായി ചേർന്നിരുന്നാലേ ഗോപുരം ബലമുള്ളതായി തീരുകയുള്ളൂ. ഉരുളൻ കല്ലുകളുടെ വശങ്ങൾ മറ്റ് കല്ലുകളുമായി ചേർന്നിരിക്കാൻ പറ്റാത്ത വിധം ഉരുണ്ടതാണ്. അതിനാൽ അവ ഗോപുര നിർമ്മാണത്തിൽ പ്രയോജനമില്ലാത്തതാകുന്നു. ഇതാണ് അവ വലിച്ചെറിയപ്പെടാൻ കാരണം. എന്നാൽ അവയുടെ ഉരുണ്ട ഭാഗങ്ങൾ ചെത്തിക്കളഞ്ഞ് ചതുരാകൃതിയിലാക്കിയാൽ അവ പിന്നീട് ഗോപുര നിർമ്മാണത്തിന് തിരഞ്ഞെടുക്കപ്പെടാവുന്നതാണ്. ഭംഗിയും കരുത്തുമുണ്ടായിട്ടും ഉപേക്ഷിക്കപ്പെടുക എന്നത് എത്രയോ വേദനാജനകമാണ്. സഭയിലും സമൂഹത്തിലും സ്ഥാപനങ്ങളിലും കുടുംബങ്ങളിലും കരുത്തരും ആകർഷണീയതയുള്ളവരുമായ നിരവധി പേർ ഗോപുര നിർമ്മാണത്തിന് സഹായകരമല്ലാതായി തീരുന്നതിന്റെ കാരണം ഇതാണ്. മറ്റുള്ളവരുമായി ചേർന്നു പോകാൻ സാധിക്കുന്നില്ല. തകരുന്ന ബന്ധങ്ങൾ നമ്മോട് പറയുന്നതും ഇതുതന്നെയാണ്. ചേർന്നു പോകാൻ സാധിക്കുന്നില്ല. അറിവും കഴിവും ഉണ്ടായിട്ടും ദൈവത്തിന് പലരെയും ഉപയോഗിക്കാൻ പറ്റാത്തതിന്റെ കാരണവും ഇതുതന്നെയാണ്. പ്രാർത്ഥനയും ഭക്തിയും ധാരാളം ഉണ്ടായിട്ടും പലരും കുടുംബത്തിലും സമൂഹത്തിലും ഇടവകയിലും അസ്വസ്ഥതയുടെ കാരണക്കാരാകുന്നതും ഇതുകൊണ്ട് തന്നെ. എല്ലാവരോടും ചേർന്നു പോകാൻ കഴിയാത്തതിൻ്റെ അടിസ്ഥാന കാരണം മറ്റുള്ളവരുടെ പ്രശ്നങ്ങളല്ല, ഓരോരുത്തരുടെയും എളിമയില്ലായ്മയും സ്വാർത്ഥതയും തൻകാര്യ മനോഭാവവുമാണ്. ഭയം, അതിൽ നിന്നും രൂപപ്പെടുന്ന സംശയ മനോഭാവം, അസൂയ, മത്സരം, അപകർഷതാബോധം ഇവയൊക്കെ മറ്റുള്ളവരോട് പൊരുത്തപ്പെട്ടു പോകുന്നതിനുള്ള തടസ്സങ്ങളാണ്. ദൈവത്തിനാവശ്യം കഴിവും സൗന്ദര്യവും ഉള്ളവരെയല്ല, സ്നേഹവും പരസ്പര സഹകരണവും ഉള്ളവരെയാണ്. ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നിറയപ്പെടുമ്പോൾ ഈ പൊരുത്തപ്പെടൽ എളുപ്പമായി തീരും. മുഴയ്ക്കാനല്ല, ലയിക്കാനാണ് നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഒരുമിച്ച് നിന്ന് പരസ്പര ബന്ധത്തിലൂടെ ദൈവരാജ്യത്തിനു വേണ്ടി ഏറെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിന് നമുക്ക് ഇടയായിട്ട് തീരും. ഈ വലിയ നോമ്പിന്റെ നാളുകളിൽ നമ്മുടെ മനോഭാവം എപ്രകാരമുള്ളത് എന്ന് ചിന്തിക്കുന്നതിനും അതിന് ആവശ്യമെങ്കിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനും നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. ആയതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. സസ്നേഹം, ഈപ്പനച്ചൻ.